Hi, I am Rogis Jose, Managing Director of Alpha Academy. 2022-23 academic year ESI Medical College or admission ലഭിക്കാനുള്ള എലിജിബിലിറ്റി ESI കോർപ്പറേഷനിൽ അംഗമായിട്ടുള്ള മെമ്പർഷിപ്പ് ഉള്ള പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ മകനോ മകളോ എലിജിബിലിറ്റി നേടാനുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ജൂലൈ 5-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് ESI കോർപ്പറേഷൻ്റെ വെബ്സൈറ്റായ esic.nic.in/admissions എന്ന വെബ്സൈറ്റിൽ എൻ്ററായി ഈ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്ത് ആ കാൻഡിഡേറ്റിൻ്റെ പേരൻസ് ESI കോർപ്പറേഷനിൽ മെമ്പറായിട്ടുള്ള 2022 മാർച്ച് മാസം വരെ എങ്കിലും ഈ മാർച്ച് മാസം വരെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ESI കോർപ്പറേഷനിൽ മെമ്പർഷിപ്പോടുകൂടി ജോലി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പേരൻറ്റിൻ്റെ മകനോ മകളോ ആണെന്നുള്ള IP വാർഡ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുന്നതിലൂടെയാണ് നീറ്റ് എക്സാമിനേഷൻ്റെ എലിജിബിലിറ്റിയിലൂടെ നമുക്കറിയാം ഇന്ത്യയിൽ മൊത്തം 11 ESI മെഡിക്കൽ കോളേജുകളിലൂടെ 437 MBBS സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ ഒരു BDS കോളേജിലായി 28 BDS ഡെൻ്റൽ സീറ്റുമാണ് ഇന്ത്യയിലുള്ളത്. ഈ 437 MBBS സീറ്റിലേക്കും കേരളത്തിലെ ESI മെഡിക്കൽ കോളേജ് കൊല്ലം പാരിപ്പള്ളിയിലുള്ള ESI മെഡിക്കൽ കോളേജാണ്. ഈ കോളേജിൽ ടോട്ടൽ 38 സീറ്റുകളാണുള്ളത്. ഇങ്ങനെ ESI പാരിപ്പള്ളി കോളേജ് ഉൾപ്പെടെ ഇന്ത്യയിലുള്ള 11 ESI മെഡിക്കൽ കോളേജുകളിലും അതുപോലെ ഒരു ഡെൻ്റൽ കോളേജിലേക്കും നമുക്കൊരു അഡ്മിഷൻ ലഭിക്കാൻ നാം എഴുതേണ്ടത് നീറ്റ് എക്സാമിനേഷൻ തന്നെയാണ്. അപ്പോൾ 2022 നീറ്റ് എക്സാമിനേഷൻ എഴുതി എലിജിബിലിറ്റി നേടുകയും അതിനു മുൻപായി ജൂലൈ 15-നും 26-നും ഇൻ ബിറ്റ്വീൻ ESI കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് മുഴുവൻ ഡോക്യുമെൻസുകളും കൃത്യമായി അപ്ലോഡ് ചെയ്തുകൊണ്ട് ESI IP വാർഡിനുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുത്ത് ജൂലൈ 27-ന് മുമ്പായി നമുക്ക് തൊട്ടടുത്തുള്ള ESI ഓഫീസിൽ ഏൽപ്പിച്ചു വേണം എലിജിബിലിറ്റിക്കുള്ള ESI IP വാർഡ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുവാൻ. ഈ സർട്ടിഫിക്കറ്റ് എന്നിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. നീറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ എലിജിബിലിറ്റി IP വാർഡ് സർട്ടിഫിക്കറ്റ് MCCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു വേണം നാം ESI റിസർവേഷനുള്ള ഒരു കാൻഡിഡേറ്റായി ഈ വിദ്യാർത്ഥി മാറ്റപ്പെടുവാൻ. അങ്ങനെ ഒരു റിസർവേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ഓൾ ഇന്ത്യ കോട്ട വഴി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ESI മെഡിക്കൽ കോളേജുകളിലെ സീറ്റിലേക്കും നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു സീറ്റിന് എലിജിബിലിറ്റി റിസർവേഷനിലൂടെ പഠിക്കാൻ നാം നേടിയെടുക്കേണ്ടത്. ESI മെഡിക്കൽ കോളേജുകളുടെ പ്രത്യേകത നമുക്കറിയാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവിടെ ഒരു ESI കാൻഡിഡേറ്റിൻ്റെ IP വാർഡായിട്ടുള്ളൊരു കുട്ടിക്ക് ESI മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടിയാൽ ആനുവൽ ഫീസ് എന്ന് പറയുന്നത് 24,000 rupees മാത്രമാണ്. അങ്ങനെ 4.5 വർഷത്തെ കോഴ്സ് നാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു വർഷം അവിടെ ESI മെഡിക്കൽ കോളേജിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലി ചെയ്യണമെന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. അത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ESI മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നാം ഒരു ബോണ്ട് ഞാൻ അവിടെ ജോലി ചെയ്തു കൊള്ളാം എന്നുള്ളൊരു ബോണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അതായത് വളരെ കുറഞ്ഞ ഫീസായ 24,000 rupeesലാണ് ESI മെഡിക്കൽ കോളേജിൽ ഒരു MBBS കോഴ്സ് ഒരു വിദ്യാർത്ഥി പഠിക്കാൻ അവസരം ലഭിക്കുക. ഒരു ESI മെഡിക്കൽ കോളേജിൽ മൊത്തം 100 സീറ്റുകളാണ് ഉള്ളതെങ്കിൽ അവിടുത്തെ 50% സീറ്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിലെയും ജനറൽ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഏതൊരു റിസർവേഷനുള്ള കുട്ടികൾക്കും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. അവിടുത്തെ ബാക്കി വരുന്ന 50% സീറ്റിൽ 15% സീറ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഇന്ത്യയിലുള്ള മുഴുവൻ കുട്ടികൾക്കും അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. അപ്പോൾ 50% സ്റ്റേറ്റ് വൈസ് ഉള്ള ഒരു അഡ്മിഷൻ പ്രൊസീജിയറിനും 15% ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനുള്ള അഡ്മിഷൻ പ്രൊസീജിയറിനും മാറ്റിവെച്ചതിന് ശേഷമുള്ള ബാക്കി 35% സീറ്റാണ് ESI കോർപ്പറേഷനിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള എംപ്ലോയിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സീറ്റിൽ ഒരു അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ നാം ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ പ്രൊസീജിയറിൽ ഒരു ജനറൽ കാറ്റഗറിയിലുള്ളൊരു കുട്ടിയാണെങ്കിൽ 590, 600 മാർക്ക് വന്ന കുട്ടികൾക്കാണ് നോർമൽ ഒരു MBBS സീറ്റിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്.
പക്ഷേ ESI കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു എംപ്ലോയിയുടെ കുട്ടിക്ക് ESI റിസർവേഷൻ വഴി അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അറൗണ്ട് ഒരു 490 മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ESIയിൽ റിസർവേഷനുള്ള ഒരു എംപ്ലോയിയുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ പ്രാധാന്യം മനസ്സിലാക്കുക. നമുക്കൊരു സീറ്റ് MBBSന് ഉറപ്പാക്കാനും അത് വളരെ കുറഞ്ഞ ഫീസായ 24,000 റുപ്പീസ് ഫീസിൽ ഒരു അഡ്മിഷൻ ലഭിക്കുവാനും ESIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മാതാപിതാക്കളും ഈ ജൂലൈ 5-നും 26-നും ഇടയ്ക്കായി ESI കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ എൻ്ററായി കൃത്യമായി ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ എലിജിബിലിറ്റി IP വാർഡ് സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യാനും ESI ഓഫീസിൽ പോയി അത് അറ്റസ്റ്റ് ചെയ്ത് IP വാർഡ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം ജൂലൈ 5-ന് നമുക്ക് ESI കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി അവിടെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാൻഡിഡേറ്റിന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 2 കാര്യങ്ങളാണ് ആവശ്യം വരിക. ഒന്ന്, ഈ കുട്ടിയുടെ പേരൻ്റ്, അത് അച്ഛനോ അമ്മയോ ആരുമാവട്ടെ, ESI കോർപ്പറേഷനിൽ മെമ്പർ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ മാർച്ച് 30 വരെ ESI കോർപ്പറേഷനിൽ മെമ്പറായി അറ്റൻഡൻസ് ഉള്ള ഒരു എംപ്ലോയി ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ESI ഷെയർ കട്ട് ചെയ്തിട്ടുള്ള വേജസ് സ്ലിപ്പ് നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ എംപ്ലോയിയുടെ ID പ്രൂഫ്, അതുപോലുള്ള ഡോക്യുമെന്റ്സുകളെല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. രണ്ടാമതായിട്ട് ഈ കാൻഡിഡേറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന ഡോക്യുമെന്റ്സുകൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് NEET എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഹോൾ ടിക്കറ്റ്. നമുക്കറിയാം ഈ വർഷം NEET എക്സാമിനേഷൻ നടക്കുന്നത് ജൂലൈ 17-നാണ്. ഈ ജൂലൈ 17-ന് നടക്കുന്ന എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റുകൾ ജൂലൈ 5-ാം തീയതിയോടുകൂടി തന്നെ NEETൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വെബ്സൈറ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഈ ഹോൾ ടിക്കറ്റും ഈ കാൻഡിഡേറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനോടൊപ്പം ഈ കാൻഡിഡേറ്റ് പേരൻസ് ESIയിലുള്ള അച്ഛനോ അമ്മയാണ് എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ കാൻഡിഡേറ്റിൻ്റെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്ത് ആധാർ കാർഡ് അല്ലെങ്കിൽ ID പ്രൂഫ്, വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതിനോടൊപ്പം ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് പ്രൂവ് ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതേപോലെ നാം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വേണം ESI കോർപ്പറേഷനിലെ ESI IP വാർഡ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുവാൻ. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിഷനുമായി റിലേറ്റഡായി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും തീർത്തു തരാൻ ആൽഫ അക്കാഡമിയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ എല്ലാ പേരൻസിലേക്കും വിദ്യാർത്ഥികളിലേക്കും കൃത്യമായി എത്തിക്കൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം NEET എക്സാമിനേഷൻ നന്നായി പഠിക്കുക. കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം 490 മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം അതിനേക്കാൾ നന്നായിട്ട് പഠിക്കുന്ന കുറേയധികം ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മാർക്ക് തീർച്ചയായിട്ടും ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാം പഠിക്കുമ്പോൾ എപ്പോഴും 490യോ അല്ലെങ്കിൽ 500ഓ 550യോ കട്ട് ഓഫ് വെച്ചിട്ടല്ല പഠിക്കേണ്ടത്. മറിച്ച് 720ൽ 720യും സ്കോർ ചെയ്യത്തക്ക രീതിയിൽ, ഫുൾ മാർക്കും സ്കോർ ചെയ്യത്തക്ക രീതിയിൽ NCERTയിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 3 സബ്ജക്ട്സ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രം പഠിച്ചുകൊണ്ട് ഏറ്റവും നല്ല പ്രൊഫൈലിലേക്ക് എത്താൻ പറ്റുന്ന NEET എക്സാമിനേഷൻ മികച്ച രീതിയിൽ എഴുതി ഏറ്റവും നല്ല റാങ്കിലെത്താൻ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി മാറ്റപ്പെടുക. തീർച്ചയായും പഠിക്കുന്ന സമയത്തും എന്ത് സംശയങ്ങൾക്കും ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസിലേക്ക് വിളിക്കുകയും വരികയും ചെയ്യാം. മുന്നോട്ടുള്ള കോഴ്സുകൾക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഏവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.